ഇനി നിങ്ങൾക്ക് ഞാൻ വിങ് മിററിൻ്റെ ഒരു ഉപയോഗം കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ്. നോക്കുന്ന സമയത്തും സൈഡിൽ ചെറിയൊരു കട്ടിങ് നിങ്ങൾക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് വിങ് മിററുകൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടിയുടെ നീളവും വീതിയും കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാറുണ്ട്. നമുക്ക് ചെറിയ സ്പേസുകളിലൂടെ ഡ്രൈവ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ രണ്ട് സൈഡുകളിലും വണ്ടി പാർക്ക് ചെയ്തു പോകുന്ന സിറ്റുവേഷനിൽ വണ്ടി ഓടിക്കുമ്പോൾ, ഒരു ടൗണിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ, അത്യാവശ്യം സ്പേസ് ഉള്ള വീതി കൂടിയ റോഡിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടിയുടെ വീതി കൃത്യമായിട്ടും എങ്ങനെയാണ് പോകുന്നതെന്ന് ഫ്രണ്ടും ബാക്ക് സൈഡും നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും. അത് നമുക്ക് നമ്മുടെ വാഹനത്തിന് വിങ് മിറർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ഡ്രൈവർ ജഡ്ജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് ചെറിയൊരു ഡ്രൈവിംഗ് ടിപ്പ് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രത്യേകിച്ച് നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ലൈനിൽ, അതായത് സെൻറ്ററിലൂടെ ഒരു ലൈൻ പോകുന്നു, ഇരു സൈഡിലും വാഹനങ്ങൾ പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള കെർബോ അല്ലെങ്കിൽ സെൻറ്ററിലൂടെ പോകുന്ന ലൈനോടോ നമ്മുടെ വണ്ടി ചേരുന്നുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് വിങ് മിറർ ഉപയോഗിച്ച് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും മിറർ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ചെറിയൊരു മതിൽ കാണാം. ആ മതിലിനോട് ചേർന്ന് ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇടയിലുള്ള ആ ഒരു സ്പേസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്പേസ് ഇട്ട് ഞാനിപ്പോൾ വണ്ടി നേരെ റിവേഴ്സ് എടുക്കുകയാണ്. ഒപ്പം തന്നെ റൈറ്റ് സൈഡ് നമുക്കിവിടെ ഒരു റോഡുണ്ട്. റോഡും കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത സ്പേസ് ഇട്ടിട്ടാണ് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതിനും ഞാൻ റൈറ്റ് സൈഡിലെ വിങ് മിറർ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി നേരെ ബാക്കിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഞാനിതേ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് വണ്ടി മെല്ലെ ബാക്കിലേക്ക് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ വിങ് മിറർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കുള്ള ആ ഒരു സ്പേസ് കാണാം. അപ്പോൾ ആ സ്പേസ് ഫില്ലാകുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സ്പേസ് കൃത്യമായിട്ട് നമ്മൾ നോക്കുന്നു. ഇതേ ലെഫ്റ്റ് സൈഡ് നോക്കുന്നു, റൈറ്റ് സൈഡ് നോക്കുന്നു. ഇപ്പോൾ ആ റോഡിൻ്റെ ആ ഒരു ഭാഗം നോക്കുന്നു. ഇതേ വണ്ടി ഞാൻ നേരെ ബാക്കിലേക്ക് എടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കുക. ലെഫ്റ്റ് സൈഡ് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് ആ ഒരു ലൈനുമായിട്ട് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് ലെഫ്റ്റ് സൈഡിലെ വിങ് മിററിലൂടെ അറിയാം. നമ്മളൊരു ലൈൻ കൃത്യമായിട്ടും ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ആ ഒരു ലൈനിൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ലെഫ്റ്റ് സൈഡ് കൃത്യമാണോ എന്ന് ഒരു ഐഡിയ കിട്ടും. ഇനി റൈറ്റ് സൈഡ് നമുക്കൊരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻറ്ററിലുള്ള റിഫ്ലക്ടറോ അല്ലെങ്കിൽ സെൻറ്ററിലുള്ള വൈറ്റ് ലൈനോ ഇടവിട്ട് വരുന്ന വൈറ്റ് ലൈനോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. നിങ്ങളിവിടെ നോക്കിക്കേ, ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വൈറ്റ് ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ആ ഒരു വൈറ്റ് ലൈനിൽ നിന്ന് ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ഇതേ റൈറ്റ് സൈഡിലെ മിററിലൂടെ നോക്കുമ്പോഴത്തേന് ബാക്ക് സൈഡിലുള്ള ആ റിഫ്ലക്ടർ നമുക്കിതേ ആ സെൻട്രൽ കാണുന്ന റിഫ്ലക്ടറുകളുമായിട്ട് ഒരു നിശ്ചിത സ്പേസിൽ നമ്മുടെ വണ്ടി റൈറ്റ് സൈഡിലൂടെ പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇതേ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഈ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഒരു പോക്കറ്റ് റോഡിലാണ് വണ്ടിയുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ റോഡിൽ സെൻട്രൽ ലൈനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാം? ഇവിടെ ജഡ്ജ് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. നിങ്ങൾ ഈ റോഡ് ഏകദേശം നമുക്കൊരു പകുതിയോളം നമുക്ക് ഈ റൈറ്റ് സൈഡിലെ മിററിൽ കാണാനായിട്ട് കഴിയണം. ഇപ്പം നിങ്ങൾ നോക്കുക, എനിക്ക് പകുതിയോളം റോഡിൻ്റെ ഒരു ഭാഗം കാണാം. അപ്പോൾ ഇത്രയധികം സ്പേസ് നമുക്കിവിടെ ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഈ റോഡിൻ്റെ ഭാഗവും കഴിഞ്ഞിട്ട് ബാക്കി ഒരു ഏരിയയും കൂടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ വണ്ടി ഏകദേശം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങളെ ഞാൻ അതൊന്ന് ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡിലെ മിറർ നോക്കുക. ഞാനിതേ റൈറ്റ് സൈഡിലെ മിറർ ജസ്റ്റ് നോക്കുന്നു. നോക്കി നമ്മൾ പ്രധാനമായിട്ട് ഫ്രണ്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് റൈറ്റ് സൈഡിലെ മിറർ ഒന്ന് നോക്കുക, അതെ ഇതുപോലെ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വണ്ടി ഏകദേശം എത്ര സ്പേസിലാണ് പോകുന്നതെന്ന് അറിയാം. പുറകിൽ നിന്ന് വരുന്ന വണ്ടികളെയും ജഡ്ജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ഇതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു നല്ല രീതിയിലുള്ള ഒരു റോഡിൻ്റെ ഏരിയ നമുക്ക് ഇത്തരത്തിലുള്ള റോഡുകളിൽ കാണാനായിട്ട് കഴിയും. ഇനി ലെഫ്റ്റ് സൈഡ് നമുക്ക് ജഡ്ജ് ചെയ്യുന്ന സമയത്തോ നിങ്ങൾ നോക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുക. ലെഫ്റ്റ് സൈഡ് നോക്കുന്ന സമയത്തും സൈഡിൽ ചെറിയൊരു കട്ടിങ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ഒരു കട്ടിങ്ങിൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് പോകുന്നുണ്ടോ എന്നറിയാനായിട്ട് ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മതി. നിങ്ങൾ നോക്കി ഈ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ടും ബാക്ക് സൈഡിലെ ഒരു കട്ടിങ്ങിലേക്ക് നമ്മുടെ വണ്ടിയുടെ ഏതെങ്കിലും ഭാഗം ഇറങ്ങുന്നുണ്ടോ എന്ന് നമുക്ക്
ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലെ മിററും നിങ്ങൾ ഇത്തരത്തിൽ ജഡ്ജ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഞാൻ വിങ് മിററിൻ്റെ ഒരു ഉപയോഗം കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കും, ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കണം. ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, വണ്ടി മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ്, ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ തിരിയുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡിലെ വിങ് മിററിലൂടെ ഞാൻ നോക്കുന്നുണ്ട് സൈഡ്. അപ്പോൾ നമുക്ക് സൈഡിൽ കിടക്കുന്ന ആ വണ്ടിയുമായിട്ട് നിങ്ങൾ നോക്കുക, ഒരു നിശ്ചിത സ്പേസ് ഉണ്ട്, ആളുമായിട്ടൊരു നിശ്ചിത സ്പേസ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കുക, ഇപ്പോൾ ആ വണ്ടിയായിട്ടൊരു നിശ്ചിത സ്പേസ് ഉണ്ട്, ആളുമായിട്ടൊരു നിശ്ചിത സ്പേസ് ഇട്ടാണ് ഞാനിപ്പം ഇവിടെ തിരിഞ്ഞു വരുന്നത്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വിങ് മിറർ ഇതുപോലെയുള്ള ടേണുകൾ എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ഒരു സ്പേസ് ജഡ്ജ് ചെയ്യാനായിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നതാണ് വിങ് മിറർ. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് പല ആൾക്കാരും വിങ് മിറർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ എത്തി ഒലിഞ്ഞു നോക്കും, ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ നോക്കും. ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മളിത് ഒരു സീറ്റ് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഇരിക്കുന്ന ആ ഒരു മെത്തേഡുണ്ട്. ഈ ഒരു മെത്തേഡിലായിരിക്കണം നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും വിങ് മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇത് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ഇങ്ങനെ നോക്കുക, റൈറ്റ് സൈഡ് നോക്കുക. എന്നെങ്കിലേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ഇതുപോലെ എത്തി വലിഞ്ഞാണ് നമ്മൾ ലെഫ്റ്റും റൈറ്റും നോക്കുന്നതെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു വിങ് മിറർ ജഡ്ജ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അത് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചത് വിങ് മിറർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു വണ്ടിയുടെ വീതി ജഡ്ജ് ചെയ്യാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഗുണകരമായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഒപ്പം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയിട്ടേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും ടൈമിങ്ങിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.